ഈ വർഷത്തെ റമളാൻ വരികയാണ്. ഇപ്പോൾ ആളുകൾ പുതിയൊരു പ്രതീക്ഷയും പുതിയ ഒരുപാട് മാറ്റങ്ങൾക്കുള്ള ആലോചനയൊക്കെയായിട്ടാണ് എപ്പോഴും റമളാനിനെ സമീപിക്കുന്നത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഓരോ വർഷവും ഈ റമളാൻ വരുമ്പോൾ ഒരു വലിയ റീജുവനേഷൻ തന്നെ സംഭവിക്കുന്നുണ്ട്. ഒരു പുതുജന്മം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയും ഒരു നല്ല മാറ്റത്തെ തന്നെ കൊതിച്ചുകൊണ്ടാണ് എല്ലാവരും. നമ്മളത് എത്ര ആളുകൾ എത്ര മോശമായിരുന്നോ, കാലം മോശമായിപ്പോയി എന്നൊക്കെ വിചാരിക്കുമ്പോഴും ആ വിചാരങ്ങളൊക്കെ അസ്ഥാനത്താക്കും വിധത്തിലാണ് ആളുകളുടെ പ്രതികരണം. വലിയ പ്രതീക്ഷയോടുകൂടെ തന്നെ റമളാനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ റമളാനിനെ കുറിച്ച്, റമളാനിലേക്ക് ഉള്ള നമ്മുടെ ഒരു മുന്നൊരുക്കത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ കഴിയുമെന്ന് നോക്കുകയാണ്. പ്രധാനമായിട്ടും മനുഷ്യന്മാർക്ക് എല്ലാവർക്കും അറിയാം അല്ലാഹ് റഹ്മാനാണ്. അല്ലാഹ് മനുഷ്യർ എത്ര തെറ്റ് ചെയ്താലും പുറത്തു തരുന്ന റബ്ബാണെന്ന് അറിയാം. അതുകൊണ്ടുകൂടിയാണ് റമളാനിനെ വീണ്ടും വീണ്ടും അല്ലാഹ് നമുക്ക് തരുന്നത്. ഈ പ്രതീക്ഷ ഉള്ളതുകൊണ്ടുകൂടിയാണ്. അതെ അതെ അതെ. ഈ വലിയതിന റമളാൻ നമ്മളിലേക്ക് എത്തിക്കണേന്ന് ഒരാൾ ദ്വാരക്കുന്നതിന് താല്പര്യം എന്താ? അതോടുകൂടി എനിക്ക് നന്നാവണം എന്നല്ല അതിന്റെ പ്രധാന താല്പര്യം. അത് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം റമളാനിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പഠിക്കണം എന്നുള്ളതാണ്. എന്താണ് ഈ റമളാൻ എന്നുള്ളത് നമ്മൾ പഠിക്കണം, അറിയണം. ലൗ യഅലമു ഉമ്മത്തി മാഫി റമളാൻ, റമളാന്റെ മഹത്വം എൻ്റെ ഉമ്മത്ത് അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന പ്രയോഗം വളരെ പ്രധാനമാണ്. വർഷം മുഴുവൻ റമളാൻ ആവാൻ കൊതിക്കുമായിരുന്നു. അറിയാം, കാരണം ആ കൊതി വന്നില്ലല്ലോ. മോനെ ഫുള്ള് A+ കിട്ടണമെങ്കിൽ നന്നായി പഠിക്കുവാണെങ്കിൽ കിട്ടും എന്നല്ലേ പറയണത്. ഈഫ്യൂ എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട് അവിടെ. ആ കണ്ടീഷൻ പ്രധാനമാണ്. പഠിക്കണം നമ്മൾ പ്രധാനമായിട്ട്. റമളാന്റെ മഹത്വങ്ങൾ പറയാൻ വേണ്ടി മാത്രം ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ടല്ലോ. അതിലൊക്കെ ആദ്യം തന്നെ പറയുന്ന ഒരു പ്രമേയം എന്താന്ന് വെച്ചാൽ, നമുക്ക് ഭയങ്കര പ്രതീക്ഷ, ഏത് തകർന്നു പോയ ആളെയും കൈപിടിച്ചുയർത്തുന്ന ഒരു പ്രതീക്ഷയുടെ വാക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത്. അമലുഹു മുളാഫുൻ, റമളാനിലെ ഏത് കാര്യവും തൊട്ടാൽ പൊന്നായിരിക്കും. തൊട്ടാൽ പൊന്നായി. ഒരു റക്അത്തിന് 1000 റക്അത്തിന്റെ കൂലി, ഒരു തസ്ബീഹിന് 1000 തസ്ബീഹിന്റെ കൂലി. ശരിക്കും ഒരു തസ്ബീഹിന് 1000 തസ്ബീഹിന്റെ കൂലിന്ന് പഠിച്ച ഒരാള് തറാവീഹില് സ്പീഡായിട്ട് ഇല്ല ആഗ്രഹിക്കില്ല, ഉറപ്പായിട്ട് ആഗ്രഹിക്കില്ല. അത്രയും വിചാരിക്കും. കാരണം 3000 തസ്ബീഹ് ചുരുങ്ങിയത് കിട്ടുമല്ലോ 3 ദിവസം. എന്തായാലും അള്ളാഹ് തന്ന തല ഒരു 3 സെക്കൻഡ് വെക്കാൻ സമയമില്ലാത്ത തിരക്കാവൂലോ എന്തായാലും. ശരിക്ക്